മദീനയിൽ എത്തുന്ന എല്ലാവരും ഒന്ന് സന്ദർശിച്ചിരിക്കേണ്ട ഒരു പള്ളിയാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന് പറയുന്നത്. ഒരു നമസ്കാരത്തിനു വേണ്ടി 2 ഖിബ്ല സ്വീകരിച്ചതുകൊണ്ടാണ് ഈ പള്ളിക്ക് മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചരിത്രങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പരിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം 144-ാം വചനത്തിൽ അള്ളാഹു പറയുകയാണ്, പ്രവാചക, നിന്റെ മുഖം മാനത്തേക്ക് ആവർത്തിച്ചുയരുന്നത് ഞാൻ കാണുന്നുണ്ട്. ശരി, ഞാൻ നിന്നെ നീ ഇഷ്ടപ്പെടുന്ന ഖിബ്ലയുടെ ദിക്കിലേക്ക് തിരിക്കുകയാണ്. അതിനാൽ മസ്ജിദുൽ ഹറമിൻ്റെ വശത്തേക്ക് മുഖം തിരിക്കുക. ഇനി നിങ്ങൾ എവിടെ ആയിരുന്നാലും ആ ഭാഗത്തേക്ക് മുഖം തിരിച്ച് നമസ്കരിക്കുക. ഒരു ളുഹർ നമസ്കാരത്തിലാണ് ഈ ഒരു ഖിബ്ല മാറ്റം നടക്കുന്നത്. നമുക്കറിയാം, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും 5 നേരവും നമസ്കരിക്കുന്നത് പരിശുദ്ധ മക്കയിലെ കഅബയെ മുന്നിട്ടുകൊണ്ടാണ്. പക്ഷേ ഒരു കാലത്ത് നമസ്കരിച്ചിരുന്നത് ജെറൂസലമിലെ മസ്ജിദുൽ അക്സയെ മുന്നിട്ടുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫലസ്തീനിലെ മസ്ജിദുൽ അക്സ മുസ്ലിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതാവാൻ കാരണവും. പ്രവാചകൻ മുഹമ്മദ് നബി മദീനയിലെത്തി 17 മാസക്കാലം നമസ്കരിച്ചിരുന്നത് ജെറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിനോട് അഭിമുഖമായിട്ടായിരുന്നു, അതായത് മസ്ജിദുൽ അക്സയോട്. എന്നാൽ കഅബയോടുള്ള ആത്മബന്ധവും വളരെ കൂടുതലായതിനാൽ പരിശുദ്ധ കഅബയെ ഖിബ്ലയാക്കി തിരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുണ്ടായി. അങ്ങനെ ഹിജ്റ 2-ാം വർഷം ശഅബാൻ 15-ന് 4 റക്അത്തുള്ള ളുഹറിൻ്റെ നമസ്കാര സമയത്താണ് ഇങ്ങനെ ഒരു ദൈവകൽപ്പന ഉണ്ടായത്. അതിനാൽ 2 റക്അത്ത് മസ്ജിദുൽ അക്സയോട് തിരിഞ്ഞ് നമസ്കരിക്കുകയും ബാക്കി 2 റക്അത്ത് പരിശുദ്ധ കഅബയോട് തിരിഞ്ഞ് നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ 2 വ്യത്യസ്ത ഖിബ്ലയാക്കി മുഖം തിരിച്ച് നമസ്കരിച്ചതിനാൽ ഈ പള്ളിക്ക് മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന പേര് വരികയാണ് ഉണ്ടായത്. മസ്ജിദുൽ ഖിബ്ലത്തൈൻ്റെ അകത്തേക്ക് കയറിയാൽ നമുക്ക് ഇപ്പോഴുള്ള ഖിബ്ലയുടെ നേരെ എതിർവശത്ത് പഴയ ഖിബ്ലയുടെ ഭാഗം നമുക്ക് കാണാൻ പറ്റും. അതിൽ കൂടെയാണ് ഇന്നിപ്പോൾ ആളുകൾ പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് വരുന്നതൊക്കെയുള്ള ഡോറുള്ളത്. മദീനയിലെ മസ്ജിദുൽ ഹറമിൽ നിന്നും 4 കിലോമീറ്റർ അകലെയാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ ഉള്ളത്. ഹഖീഖ് സുഹറ തായവരുടെ അഭിമുഖമായിട്ടാണ് ഈ പള്ളി നിലകൊള്ളുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു പള്ളിയാണിത്. മദീനയിലെ ഹറമും ഖുബാ പള്ളിയും കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പള്ളിയാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ. 2 താഴികക്കുടങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പള്ളിയാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ.
ഖലീഫ ഉമർ റളിയല്ലാഹുവിൻ്റെ ആദ്യകാലത്താണ് ഇതിൻ്റെ വികസനം ആരംഭിക്കുന്നത്. പിന്നീടുള്ള കാലഘട്ടത്തിൽ ഒരുപാട് വികസനങ്ങൾ നടക്കുകയുണ്ടായി. അവസാനമായി സൗദിയുടെ ഫഹദ് രാജാവിൻ്റെ കാലത്താണ് ഉള്ള രൂപത്തിൽ സമ്പൂർണ്ണ സൗകര്യത്തോടു കൂടിയുള്ള ഒരു പള്ളിയാക്കി മാറ്റിയിട്ടുള്ളത്.